ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രിയേറ്റീവ് ഹബ്ബ്. തലേ ദിവസം അരി വെള്ളത്തിലിടാനും മാവ് അരച്ച് വെക്കാനും മറന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് എന്ത് ഉണ്ടാക്കുമെന്ന് ആലോചിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല കേട്ടാ. നല്ല സോഫ്റ്റ് ആയിട്ട് പഞ്ഞി പോലത്തെ ഗോതമ്പ് പാലപ്പാണ് ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ അപ്പം ഞാനിങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നുള്ളത് ഒന്ന് കണ്ടാലോ? എന്നാ വരി. ആദ്യം തന്നെ ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റിയിലാണ് വേണ്ടത് എന്നുള്ളത് വെച്ചാൽ അതിനനുസരിച്ച് എടുക്കുക. നിങ്ങൾ ഗോതമ്പ് പൊടി എടുക്കുന്ന അതേ അളവിന് തന്നെ വെള്ളം എടുക്കണം. അപ്പം ഞാനിതാ ഈ ഗോതമ്പ് പൊടി എടുത്ത അതേ കപ്പിന് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയാണ്. അപ്പോൾ ഞാനിതാ ഇത്ര പോലെ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന് അളവ് പ്രത്യേകിച്ചില്ല. തേങ്ങയുടെ അളവ് കൂടുകയാണെങ്കിൽ അപ്പത്തിൻ്റെ ടേസ്റ്റ് കൂടും. അപ്പോൾ ഞാൻ ഈ 1 കപ്പിന് 1 കപ്പ് തേങ്ങയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ സ്പൂണ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ്, പിന്നെ ഇതാ 1 സ്പൂണ് പഞ്ചസാര, അപ്പത്തിന് ആവശ്യമായ ഉപ്പ്, ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇതാ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഇതാ മാവ് അരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരച്ച് കൊടുത്ത മാവ് ഉണ്ടല്ലോ വേറൊരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് അരച്ചെടുത്ത മാവ് കംപ്ലീറ്റ് ആയിട്ട് ഈ ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുക. കുറഞ്ഞത് 15 മിനിറ്റ് നേരെങ്കിലും വെച്ച് കൊടുക്കണം കേട്ടോ. അങ്ങനെ ഞാനിതാ ഒരു 15 മിനിറ്റിന് ശേഷം നോക്കിയപ്പോൾ മാവൊക്കെ നല്ലോണം റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അപ്പം ചുട്ടെടുക്കാം. അപ്പം നിങ്ങൾ മാവ് കണ്ടില്ലേ, ഈ ഒരു രൂപത്തിലാണ് കേട്ടോ വേണ്ടത്. അധികം തിക്കുമല്ല എന്നാൽ അധികം തിന്നുമല്ല, ഇങ്ങനെയാണ് വേണ്ടത്. അങ്ങനെ ഇതാ അപ്പം ചുട്ടെടുക്കാനും വേണ്ടിയിട്ട് ഞാനിതാ വെള്ളപ്പച്ചട്ടി സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി നല്ലോണം ചൂടായതിന് ശേഷം ഒരു തവി മാവ് ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ ചുറ്റിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിനിങ്ങനെ ബബിൾസൊക്കെ വന്ന് തുടങ്ങുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അടച്ച് വെച്ചിട്ട് കുറഞ്ഞ നേരിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഈ അപ്പം കുക്ക് ചെയ്യാൻ അധിക ടൈമൊന്നും വേണ്ടട്ടാ, വേഗം തന്നെ കുക്കായി വന്നോളും. ലോ ഫ്ലെയിമിൽ ഇടാനും മറക്കരുത്, അല്ലെങ്കിൽ അപ്പം പെട്ടെന്ന് കരിഞ്ഞു പോകും. അങ്ങനെ കുറച്ച് നേരം ഇട്ട് കുക്ക് ചെയ്തതിന് ശേഷം നോക്കിയപ്പോൾ ഇതാ അപ്പൊക്കെ നല്ലോണം റെഡിയായി വന്നിട്ടുണ്ട്. ചട്ടിയിൽ നിന്ന് പെട്ടെന്ന് വിട്ടു പോരുന്നുണ്ട്, കണ്ടില്ലേ? നല്ല സോഫ്റ്റ് ആയിട്ട് പഞ്ഞി പോലത്തെ അപ്പം. ഈ അപ്പത്തിന് കൂടെ മറ്റു കറികളോ ആവശ്യമൊന്നും ഇല്ല കേട്ടോ. ഇതിങ്ങനെ വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. അതേപോലെ തന്നെ ഡിന്നറായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഈസി റെസിപ്പിയാണ്. അപ്പോൾ ഇതേപോലത്തെ ഈസി റെസിപ്പികൾക്ക് ക്രിയേറ്റീവ് ഹബ്ബ് ഫോളോ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ശരി, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.